ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു സീരിയലിൻ്റെ പ്രൊമോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഹൈപ്പും കൂടെ ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാനത് തിരുത്തുന്നതാണ്. അങ്ങനെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മഴ തോരും മുമ്പേലെ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കൂട്ടുകാരെ. ഇനി വരാൻ പോകുന്ന ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെയാണ് സ്വാഗതം. അതേ മഴ തോരും മുമ്പേലെയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അങ്ങനെ അലീന അവിടെ വരുത്തി വെച്ച മാറ്റങ്ങളൊക്കെ തന്നെ കണ്ടിട്ട് അത് നല്ല മാറ്റങ്ങളായിട്ട് പോലും അംഗീകരിക്കാൻ സാധിക്കാതെ ഇരിക്കുകയാണ് വൈജയന്തി കേട്ടോ. അലീന ചെയ്തത് ചെയ്തതാണെങ്കിലും അതൊന്നും ഈ വീട്ടിൽ വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാണ്. അത് തൻ്റെ മകളെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പോലും വൈജയന്തി സമ്മതിക്കുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ വിചാരിക്കുകയാണ് തൻ്റെ മക്കൾ ആകെ മൂടായിട്ട് അവരായിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് മൂഡ് ഓഫായിട്ടിരിക്കുകയാണല്ലോ. അവരായിട്ടൊന്ന് പുറത്ത് പോയിട്ടൊന്ന് കറങ്ങിയൊക്കെ വരാം എന്ന് വിചാരിച്ചിട്ട് മക്കളെ വിളിക്കുകയാണ്. മക്കളെ, നമുക്കൊന്ന് പുറത്തൊക്കെ പോയാലോ? അപ്പോൾ അച്ഛൻ ഇന്ന് ജ്വല്ലറി പോകണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛന് നിങ്ങളല്ലേ മക്കളെ ഏറ്റവും വലുത്, നിങ്ങളത് സന്തോഷമല്ലേ അച്ഛന് ഏറ്റവും വലുത്, അത് നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇന്നൊക്കെ പുറത്ത് ഫുഡ് കഴിച്ചിട്ട് പോരാം എന്നൊക്കെ പറയാണ്. ആവട്ടെ എന്ന് ആർക്കും ക്ലാസ് ഒന്നും ഇല്ലല്ലോ, സാറ്റർഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജയന്തിയുടെ മുമ്പിലൂടെ തന്നെ ബാലേന്ദ്രനും മക്കളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ വൈജയന്തി പറയുക, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലോ, നിന്നെ തോൽപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാടി, തോറ്റു കിടക്കുന്ന നിന്നെ ഞാൻ എന്തിനാടി തോൽപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പുച്ഛത്തോടു കൂടി തന്നെയാട്ടോ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ബാലേന്ദ്രൻ തിരിച്ച് താൻ വീട്ടിലെത്തിയിട്ടും വലിയ മൈൻഡ് ഒന്നും ഇല്ല കേട്ടോ. ബാലേന്ദ്രനോട് ചെറിയൊരു അടുപ്പം പോലും ഇല്ല എന്നൊക്കെ ആലോചിച്ചിട്ട് വൈജയന്തി മനസ്സ് വേദനിക്കുന്നുണ്ട് കേട്ടോ. അത് പുറമെ വൈജയന്തി കാണിക്കുന്നില്ല, മാക്സിമം പിടിച്ചു നിൽക്കുക. അങ്ങനെ തൻ്റെ 3 മക്കളെയും കൂട്ടിക്കൊണ്ട് ഭാര്യേനെ വണ്ടിയിൽ കയറുമ്പോഴേക്കും കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അച്ഛാ അമ്മയുടെ അടുത്ത് ഒന്ന് വരുന്നുണ്ടോ എന്ന്. എന്തിനാ, അവൾ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുകയാണ്. അച്ഛാ വേണ്ട, നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ 3 മക്കളെയും കൂട്ടിക്കൊണ്ട് പാർക്കിലും ബീച്ചിലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരുമിച്ച് പോയിട്ട് പിന്നീട് അവരുടെ ജ്വല്ലറി ഷോപ്പിലും അവിടെയൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് അതിലെ തുണിക്കടയിലൊക്കെ ഒന്ന് കയറുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ബാലേന്ദ്രൻ. ആ സമയത്ത് രോഹിത്തിൻ്റെ ആഗ്രഹം വീണ്ടും ബാലേന്ദ്രൻ പറയാട്ടോ, അച്ഛാ ഞാൻ അച്ഛനോട് പറഞ്ഞ് പുതിയൊരു ബൈക്കിൻ്റെ കാര്യം. ഇത് കേട്ട് ഇത് പറയുന്നുണ്ട്, എടാ നിനക്ക് ബൈക്ക് മേടിച്ചിട്ട് 3 വർഷം പോലും ആയില്ലല്ലോ, അപ്പോഴേക്കും പുതിയ ബൈക്കോ? ഇതെന്താടാ, തുണി പോലെയാണോ പെട്ടെന്ന് മാറ്റാനായിട്ട്? എത്ര രൂപയാണെന്ന് അറിയോ? നിനക്ക് അറിയില്ലേ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? വേണ്ട, ബൈക്കൊന്നും വേണ്ട, ഉള്ള ബൈക്ക് തന്നെ മതി, അഥവാ ബൈക്കിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇവൻ്റെ കോളേജ് അടുത്ത് തന്നെയല്ലേ, വെറുതെ ബൈക്കിൻ്റെ ഷോ കാണിക്കുക എന്ന് പറയുമ്പോഴേക്കും രോഹിത്ത് പറയണ്ട, അച്ഛാ അത് വേറൊന്നും അല്ല അച്ഛാ, അതാ ബൈക്കിൻ്റെ മനസ്സിലായി നിനക്കൊരു പുതിയ ബൈക്ക് വേണം, അതല്ലേ കാര്യം, നമുക്ക് ആലോചിക്കാടാ. അല്ലെങ്കിൽ ഇനി നീ ബൈക്കിനൊന്നും പോകുന്നതല്ലേ, നല്ലത് നല്ല കാർ എടുത്താലും. അച്ഛൻ കാര്യമായിട്ടാണോ? പിന്നെ അതല്ലാതെ കാര്യമായിട്ടല്ലാതെ ഇപ്പോൾ എനിക്ക് എന്താ വയ്യാണ്ട് ഒന്ന് ഇരിക്കേണ്ടി വന്നാലോ, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകേണ്ടി വന്നാലോ നീ കാർ എടുക്കുകയല്ലോടാ, അപ്പോൾ നിനക്കൊരു കാർ മേടിച്ച് തന്നാലോ എന്ന് ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ ബൈക്കിനേക്കാളും ഒരു സേഫ് കാറാണ്. നിൻ്റെ കോളേജ് പഠിത്തമൊക്കെ കഴിയട്ടെ, നീ നല്ല മാർക്കോടുകൂടി പാസ്സാവുക. അങ്ങനെയാണെങ്കിൽ നീ സ്വപ്നത്തിൽ പോലും കാണാത്ത നിൻ്റെ ഇഷ്ട കാറ് നിൻ്റെ മുമ്പിൽ വരുമെന്ന് പറയണം.
എങ്കിൽ അച്ഛൻ നോക്കിക്കോ, ഞാൻ ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കും. കാറ് കിട്ടാൻ വേണ്ടിയിട്ടാണോടാ? അല്ല അച്ഛ, അല്ലെങ്കിൽ ഞാൻ നല്ല മാർക്ക് മേടിക്കും. അതിന് അലീന ചേച്ചിക്ക് കൊടുത്ത വാക്കാണ്. കൊള്ളാട മക്കളെ, നിങ്ങൾ എങ്ങനെ തന്നെ ആയിരിക്കണം. അലീന ചേച്ചി നിങ്ങളുടെ അടുത്ത് നിന്ന് എത്ര ദൂരെയാണെങ്കിലും ചേച്ചിയുടെ മനസ്സ് നിങ്ങളുടെ കൂടെയാണ്. അതുപോലെ നിങ്ങളെ അലീനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളും ചെയ്യുന്ന നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ച് മിടുക്കരായിട്ട് വേണം കാണിക്കാൻ ആയിട്ട്. അങ്ങനെ വേണം അലീനയുടെ മനസ്സിൽ ആ ഒരു സ്നേഹം നിങ്ങളത് നിലനിർത്താൻ ആയിട്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും അച്ഛൻ നോക്കിക്കോ. അച്ഛനെ വേണ്ടിയിട്ടും അലീന ചേച്ചിക്ക് വേണ്ടിയിട്ടും ഞാൻ നല്ല മാർക്കോട് പാസ്സാകും എന്ന് രോഹിത് പറയുമ്പോഴേക്കും ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. താൻ സ്വപ്നം കണ്ട തൻ്റെ മക്കളെ തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് അലീന പോയിരിക്കുന്നത് എന്ന് ആലോചിക്കുക. ബാലചന്ദ്രൻ അലീനയുടെ അടുത്തൊരു 1000 നന്ദി മനസ്സിൽ പറയണം. അതേസമയം നമ്മുടെ അലീന അടുത്ത് സംസാരിക്കുന്ന സമയത്ത് മനുവിന് മനസ്സിലായി അലീന നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കൂളത്തൂർ പുഴ. അപ്പോൾ അവിടെയാണ് അലീന ഉള്ളത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മനു അങ്ങനെ ആരോടും പറയാതെ മനു അലീനയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി തന്നെ കൂളത്തൂർ പുഴയിലേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നമ്മുടെ മനു ആണെന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടാണ് ആ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഓട്ടോ ഒരു ഗേറ്റിന് അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അപ്പം ഓട്ടോ ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ നിർത്തി. അയ്യോ മോനെ, ഞാനകത്തേക്കില്ല. അതെന്താ? അത് ഇവിടെ മനുഷ്യർ ഇപ്പം വലിയ നായ്ക്കളുണ്ട്, മനുഷ്യരെ തിന്നുന്ന നായ്ക്കൾ. കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. സിംഹം, കരടി, പുലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനെ വിട്ടിച്ച ഐറ്റമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ആരൊക്കെ കടിച്ച് തിന്നിട്ടുള്ള അറിവൊന്നുമില്ല. പക്ഷെ കണ്ടാൽ പേടിയാവും. പറയാൻ പറ്റില്ല. നമ്മുടെ കഷ്ടകാലത്തിന് കടിച്ച് തിന്നാലോ. എനിക്ക് ഈ ഓട്ടം കൊണ്ടല്ലേ മോനെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്കില്ല. സാരമില്ല ചേട്ടാ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് മനു അകത്തേക്ക് കയറി പോവാട്ടം. ആ സമയത്ത് ബാൽക്കണിയിൽ നിന്ന് നമ്മുടെ അലീന ഉണ്ട്. അലീന മനു കാണുമ്പോൾ തന്നെ ഭയങ്കര ഷോക്കായി പോവാട്ടം. മനുവേട്ട എന്ന് പറഞ്ഞിട്ട് മനുവിൻ്റെ അടുത്തേക്ക് ഓടി വരുവാണ് നമ്മുടെ അലീന. അലീന അല്ല മനുവേട്ട, എന്താ സർപ്രൈസായിട്ട് ഇതെങ്ങനെ കണ്ടെത്തി? അതൊക്കെ ഞാൻ കണ്ടെത്തിയെന്നേ എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ മനുവിൻ്റെ കൈ പിടിച്ച അലീന വാ മനുവേട്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാട്ടോ. അലീനയുടെ രൂപവും ഭാവവും സംസാര രീതിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. മുമ്പത്തെ അലീനയേ അല്ല, എന്നെ എന്ന രീതിയിലാണ് കേട്ടോ ഇപ്പോൾ അലീന അടിമുടി അങ്ങ് നോക്കിയാണ്. മനു എന്ത് പറ്റി മനുവേട്ട? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകാട്ടോ. ആ സമയത്താണ് നമ്മുടെ വല്യപ്പച്ച അവിടെ തന്നെ ഉണ്ടായിട്ടോ. അത് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നോക്കിയാണ് രണ്ടുപേരും മാറി. അപ്പോൾ അലീന പറയണ്ട, അപ്പച്ച വലിയപ്പച്ച ഇതാണ് മനുവേട്ടൻ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, മനസ്സിലായി മോളെ, എല്ലാവരെയും കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല മോൻ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ലീവാണ്. അപ്പോൾ ഈ വഴി ജസ്റ്റ് പോയപ്പോൾ അലീനയെ കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണോ മോൻ ഇവിടേക്ക് വന്നത്? എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഞാൻ ഇൻഫോ പാർക്കിലാണ്. IT ഫീൽഡാണോ? അതെ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ചായ എന്തെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മനുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔദക്കുട്ടിയും മനുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഔദക്കുട്ടിക്ക് മനുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നല്ല രീതി നല്ല സംസാരമൊക്കെ തന്നെ. പക്ഷേ അലീനയും മനുവും ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൊണ്ട് ഒരു ആക്ഷനൊക്കെ കാണുമ്പോൾ ഔദക്കുട്ടിക്ക് കാര്യം മനസ്സിലായി കേട്ടോ. രണ്ടുപേരും തമ്മിൽ വെറും ഒരു സൗഹൃദമല്ല, അത് കാര്യങ്ങളൊന്നും അല്ല, അതിനപ്പുറം വേറെ എന്തോ ഉണ്ട്. കാരണം വേറെ ആരോടും സംസാരിക്കുന്നതിനേക്കാളും അലീനയ്ക്കും മനുവിനും സംസാരിക്കുമ്പോൾ കണ്ണിലൊരു പ്രത്യേക പ്രകാശമുള്ളതായിട്ട് ഔദക്കുട്ടിക്ക് ശരിക്കും മനസ്സിലായി കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന ചായ എടുത്തിട്ട് 2 പേർക്കും കൊടുക്കുന്നുണ്ട്. ശേഷം മനുവിനോട് അലീന പറയുന്നുണ്ട്, അതെ പപ്പേനെ കാണാൻ വേണ്ടി പോകാൻ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി റൂമിലേക്ക് മനുവിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് സ്റ്റാൻലി റൂമിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്, അടുത്ത് ഇരിപ്പുണ്ട്. സ്റ്റാൻലി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, പുറകെ തിരി നിൽക്കുകയാണ്. സ്റ്റാൻലി ഒരു 6 അടി പൊക്കം കാണും. തന്നെ മനു ഇങ്ങനെ അടിമുടി നോക്കുകയാണ്. ശേഷം ഒരുപാട് നായ്ക്കളുണ്ട്. നായ്ക്കളാണെങ്കിലും മനുഷ്യരെക്കാളും വണ്ണവും പൊക്കവും ഉള്ള നായ്ക്കൾ. ആ നായ്ക്കളെ മനു കാണുമ്പോൾ തന്നെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് അലീന ഇങ്ങനെ
കാണിക്കുന്നുണ്ട് ഇത് എൻ്റെ ആളാണ് എന്ന് നായ്ക്കൾ ഇങ്ങനെ ആക്ഷൻ കാണിക്കുക. അപ്പോൾ തന്നെ നായ്ക്കൾ പിന്നെ മനുവിനെ ആ രീതിയിൽ നോക്കില്ല കേട്ടോ. അപ്പോൾ മനുവിന് ചിരി വരും കേട്ടോ. അലീന പറഞ്ഞപ്പോഴേക്കും ആക്ഷൻ കാണിക്കുമ്പോഴേക്കും അവന്മാർക്ക് കാര്യം മനസ്സിലായില്ലോ എന്ന് മനു ഇങ്ങനെ വിചാരിക്കുക. സ്റ്റാൻലി തിരിയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പപ്പ ഇത് മനുശങ്കർ എന്ന് പറയാണ്. ശിവശങ്കർ അങ്കിളുടെ മകനാണല്ലേ. ഓക്കെ, ഇവിടെയാണ് സ്ഥലം. നിങ്ങൾ പാലയല്ലേ സ്ഥലം? പാല തന്നെ എന്നുള്ള ആൾക്കാരൊക്കെ ഇനി അലീനെ അന്വേഷിച്ച് വരുമല്ലോ എന്നാൽ ഞാൻ വിചാരിച്ചത് എന്നൊക്കെ കുത്തി പറയാട്ടോ. അതായത് അവിടെ ആരും വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ രീതിയിൽ പറയാണ്. അത് കേൾക്കുമ്പോൾ മനുവിൻ്റെ മുഖം ആകെ മാറുന്നുണ്ട് കേട്ടോ. അലീന അടുത്ത് നമ്മുടെ സ്റ്റാൻഡിൽ പറയേണ്ട, അലീന മോളെ മനുഷ്യരെ ചോറ് കൊടുത്തിട്ട് മനുഷ്യങ്ങനെ ചോറ് കൊടുത്തിട്ട് പറഞ്ഞയച്ചാൽ മതി കേട്ടോ. ശരി എന്ന് പറയാണ്. അത് മനുവിന് ഭയങ്കര വിഷമം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പുറത്തിറങ്ങി മനുവിൻ്റെ മുഖം മാറി നിൽക്കുന്നത് കാണുമ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മനുവേട്ടാ? ഞാൻ വന്നത് അലീനയുടെ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നല്ലോ. പപ്പ അങ്ങനെ പ്രത്യേക ടൈപ്പാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ സ്നേഹമുള്ള സിംഹ നമ്മൾ കേട്ടിട്ടില്ല, അതുപോലെയാണ് എന്ന് പറയാണ്. അതെല്ലാം വേറൊന്നുമല്ല, പപ്പയ്ക്ക് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ മനു. പക്ഷേ അതൊന്നും ചെറിയ ഫീൽ ആവുന്നുണ്ട് സ്റ്റാൻലിയുടെ സ്വഭാവമൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഭാഗങ്ങൾ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത റിവ്യൂവിലായിട്ട് പറയാം. കാരണം ഇതൊന്നും 3-4 റിവ്യൂ ആയിട്ട് പറയേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ തുടർ ഭാഗം അടുത്ത റിവ്യൂവിലായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.